ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യലോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഹോംലി മീൽസാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ കഴിക്കാൻ എടുത്തിരിക്കുന്നത് പൂരിയാണ്. പൂരിയുടെ കൂടെ പിന്നെ പൂരി പൊട്ടറ്റോ ബാജിയും പിന്നെ കുറച്ച് ബീഫ് വിത്ത് ബോൺ കറിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ. അപ്പം അതൊക്കെ ചേർത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രൂട്ടായിട്ട് കുറച്ച് മാംഗോയും കൂടി നമ്മൾ കട്ട് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം അപ്പോൾ നല്ല മധുരമുള്ള നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് മാങ്ങയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ 2-3 പൂരിയും പിന്നെ കുറച്ച് പൊട്ടറ്റോ കറി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ് വിത്ത് ബോൺ കറിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വിത്ത് ബോൺ, ഈ ഒരു ബീഫ് കറി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൂരിക്ക് വേണ്ടിയിട്ട് പൂരിയുടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള പൊട്ടറ്റോ ബജിയും കൂടെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ട് ഒരു കപ്പ് ചൂട് ചായയൊക്കെ ചേർന്നിട്ട് ഇതാണ് നമ്മുടെ രാവിലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ഡേ ആണ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ കുക്കിങ്, ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ ഡിന്നറും എല്ലാം കംപ്ലീറ്റ് ഹോംലി കുക്കിംഗ് മീൽസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൂരി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഗോതമ്പ് പൊടി, അതായത് വീറ്റ് ഫ്ലോറിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൂരി. അപ്പോൾ അത് പൊട്ടറ്റോ ബാജിയും അതുപോലെ തന്നെ ബീഫ് കറിയും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബീഫെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പാകിസ്ഥാൻ ബീഫ്, ഇന്ത്യൻ ബീഫിനെക്കാളും പാകിസ്ഥാൻ ബീഫാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതാ മാംഗോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാംഗോയും കൂടെ കഴിച്ചു. അതിനുശേഷം പിന്നെ ലഞ്ച് ടൈമായി. ലഞ്ച് ആയപ്പോഴത്തേനും നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കാനുള്ളത് എന്നത്തെയും പോലെ തന്നെ ചൂട് ചോറ്, അതുപോലെ തന്നെ ഇന്ന് ഫിഷ് കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആ സെയിം ഫിഷ് തന്നെ വെച്ചിട്ട് ഇന്നിതാ ഫിഷ് കറിയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനാണ് നമ്മൾ കോമൺ ആയിട്ട് വെക്കുന്നത്. ഇന്ന് കുറച്ച് വെറൈറ്റിക്ക് ഒരു ക്യാബേജ് മെഴുക്ക് പുരട്ട് അല്ലെങ്കിൽ ക്യാബേജ് താളിച്ചത്, പിന്നെ കുറച്ച് കട്ട തൈര്, അങ്ങനെ നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്കൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച്, അതായത് വലിയ വിഭവസമൃദ്ധമായിട്ടുള്ളതില്ല, ഒരു ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഒരു മെഴുക്ക് പുരട്ടിയും ഒരു ഫിഷ് കറിയും അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മളിതാ ഉച്ചയ്ക്കത്തെ ലഞ്ച് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് എടുത്തു, അതിൽ ആവശ്യത്തിന് ചോറ് വിളമ്പി അതിലേക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാൻ എടുക്കുകയാണ്. ഒരു ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ, പിന്നെ വളരെ കുറച്ച് മീൻ കറി. അപ്പോൾ ഈ ഫിഷ് ഒരു പീസ് കറി വെച്ച മീനും അതുപോലെ തന്നെ കുറച്ച് ചാറ്, ഞാനിങ്ങനെ മീൻ കറി എന്ന് പറയുന്നത്, ഞാനൊരു ഫിഷ് കറി ലവറൊന്നും അല്ല എങ്കിലും ഇന്ന് കട്ട തൈരൊക്കെ കണ്ടപ്പോഴത്തേനും കുറച്ച് മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ തോന്നി. പിന്നെ തൈരും അതുപോലെ തന്നെ ഫിഷ് തൈര്. അപ്പോൾ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കംപ്ലീറ്റ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ചോറും അതുപോലെ തന്നെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ക്യാബേജ് മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ കട്ട തൈരും എല്ലാം കൂടെ ചേർത്തിട്ട്, പിന്നെ നമുക്കറിയാം തൈരും അതുപോലെ തന്നെ മീൻ കറി, അതായത് നോൺ വെജും തൈരും എന്നൊക്കെ പറയുന്ന വിരുദ്ധാഹാരമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ കോമൺലി ചോറിൽ ഇങ്ങനെ മീൻകറിയൊന്നും ഒഴിച്ച് കഴിക്കാറില്ല. അതും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇതും വല്ലപ്പോഴും ഒക്കെ കുറച്ച് തൈരൊക്കെ കൂട്ടി മീൻകറിയൊക്കെ കൂട്ടി വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മീൻകറി അതുപോലെ തന്നെ ആ തൈര്, ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് അത് കുറച്ച് കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ്, മിൽക്ക് ബിക്കീസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു മിൽക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ അതും ഞാനും മക്കളും ഒക്കെ കുറച്ച് കഴിച്ചു. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരമായി, ഈവനിങ് സമയമായപ്പോഴത്തേനും നമ്മളിതാ ചായയുടെ ടൈമായി. ഇന്ന് ചായക്ക് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ കുറച്ച് മാഗി നൂഡിൽസ് 2-3 മിനി പാക്കറ്റ് മാഗി നൂഡിൽസ് ഇരുന്നു. അപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ മക്കളപ്പം പറയാൻ തുടങ്ങി നൂഡിൽസ് വേണമെന്ന്. അങ്ങനെ നമ്മൾ വളരെ കുറച്ച്
പീസ് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും കുറച്ച് സവോളയൊക്കെ ഇട്ട് കുറച്ച് ബീൻസൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് ന്യൂഡിൽസ് റെഡിയാക്കി എടുത്തു. ഒരു മിക്സ്ഡ് നൂഡിൽസ് എന്നൊക്കെ പറയാം. അങ്ങനെ ഇതാണ് നമ്മളിന്ന് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കഴിക്കാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെഡിയാക്കി കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും റസ്കോ എന്തെങ്കിലും കൊച്ചു കൊച്ചു സ്നാക്സോ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചായ കുടിക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ നൂഡിൽസ് റെഡിയാക്കിയത് കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് അധികം ഒന്നും ചായക്ക് എടുത്തില്ല. അപ്പം നൂഡിൽസും കൂട്ടി. ഇപ്പം ഞാൻ ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നൂഡിൽസ് വിളമ്പിയെന്നേ ഉള്ളൂ. മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ ബൗളിലാക്കി ഞാൻ മാറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ കോക്കനട്ട് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വെജീസും ഒന്ന് കോക്കനട്ട് ഓയിൽ സോർട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ നൂഡിൽസ് റെഡിയാക്കിയത്. അപ്പോൾ ആ ഒരു നൂഡിൽസിൽ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ഫ്രഷ് സ്മെല്ലുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ ആ ഒരു മാഗി നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ആ ടേസ്റ്റ് മേക്കർ ആ പാക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ 3 ഇതിന് എന്തോ ഒരു പാക്കറ്റ് എങ്ങാണ്ടോ കട്ട് ചെയ്തിട്ടതേ ഉള്ളൂ. അതാണ് നമ്മുടെ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലും വീറ്റ് പുട്ടാണ്, ഹെൽത്തിയുമാണ്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ് ചൂടോടുകൂടി വീറ്റ് പുട്ട് കഴിക്കാനായിട്ട്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് വീറ്റ് പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വീറ്റ് പുട്ടും അതുപോലെ തന്നെ മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിന്നറും ലഞ്ചും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കംപ്ലീറ്റ് ടേസ്റ്റി ഹോംലി മീൽസ് എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.